പച്ച അപരാധം എന്നൊക്കെ പറഞ്ഞാൽ തിരുവോണമായിട്ടുണ്ടല്ലോ. പ്രതീക്ഷിച്ച പടം തന്നെയാണ്, കാട്ടപരാധ പടം തന്നെയാണ്. ഇതേപോലെ കാട്ടപരാധം എക്സ്പെക്ട് ചെയ്തു, എനിക്ക് കാട്ടപരാധം കിട്ടി. ഇത് ടോക്സിക് ടോർച്ചർ എന്നാണ് പറയാൻ. പാൻ ഇന്ത്യൻ മാലപ്പടക്കം ഗീതു മോഹൻദാസ് ആസ് യൂഷ്വലി പ്രതീക്ഷ പോലെ തന്നെ തേച്ചൊട്ടിച്ച യശിന് 3 മണിക്കൂർ ഇരുന്നതിൻ്റെ അപരാധം. പാവം യശിൻ്റെ അവസ്ഥ 4 വർഷത്തെ ഡെഡിക്കേഷനൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. കോമഡിയിൽ ഇത് മലങ്കൾട്ടിന് മേലെ അശ്വന്ത് വോക്കിന് ആഘോഷരാവേ തന്നെ ആർക്കും സഹിക്കാൻ പറ്റില്ല. ഈ ഒരാഴ്ച വാഷ് ഔട്ടിലേക്കാണ് പടം പോകാൻ പോകുന്നത്. ഇത് രാജീരവിയുടെ ക്യാമറ വർക്കും കുറച്ച് VFX മാത്രം കൊള്ളാം. ബാക്കി ഡയലോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നാടകം A ക്ലാസ് നാടകം പോലെ ചെയ്ത് യശിന് പണി കൊടുത്തിട്ടുണ്ട്. അപരാധത്തിന് മേലെ എന്താ പറയണ്ട, മലങ്കൾട്ടിന് മേലെയുള്ള രീതിയിൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യ. ആ ലെവലിൽ അപരാധിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല, കൊള്ളത്തില്ല. പ്രതീക്ഷിച്ച പടം തന്നെയാണ്, കാട്ടപരാധ പടം തന്നെയാണ്. ഒട്ടും കൊള്ളത്തില്ല പടം. തീർത്തളഞ്ഞു പടത്തിന് വേസ്റ്റ് പടം. പാൻ ഇന്ത്യ ഗീതു മോഹൻദാസിന്റെ അമ്മിട്ട് ലോക അമ്മിട്ട് പടം. ഇതേപ്പോ യശ് ദോശ ഓണത്തിന് എല്ലാം കൊണ്ടുപോയി. ഒരു രക്ഷയില്ല മോനെ. മൂഞ്ചി പച്ച അപരാധം എന്നൊക്കെ പറഞ്ഞാൽ തിരുവോണമായിട്ടുണ്ടല്ലോ. ആഹാരവും കഴിക്കാൻ പറ്റില്ല. ഒരു വല്ലാത്ത പരിപാടിയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നതാണ്. പോയി പച്ച അപരാധം. അതിനകത്ത് 2-3 മാ ചേർത്ത് വാക്കുകളുണ്ട്. അത് തന്നെയാണ്. അത് ആണുങ്ങൾക്കിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയായി പോയത്. അവിടെ ആ സിനിമയെ കാണിച്ചാൽ പോരായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. ലേഡീസ് ആൻഡ് ലേഡീസ് ദാറ്റ് ഈസ് ഹോം. എന്റെ ഇപ്രാവശ്യം മാവേലി തമ്പുരാൻ ഈ ടോക്സിക് കണ്ട് ഹരം കൊണ്ട് ഹരിത പുളിക്ക് തന്നെ അങ്ങ് പോവും. പൊളിച്ചടുക്കി പൊളിച്ചെന്ന് വെച്ചാ കിടലം ആക്ഷൻ എന്ന് വെച്ചാ കിടലമായിട്ട് ഗീതു ചേച്ചി അങ്ങ് പണ്ണി വെച്ചിരിക്കുകയാണ്. പണ്ണല് റോക്കി ബായിക്ക് വയലൻസ് വയലൻസ് വയലൻസ്. എന്താ രായം ബായിക്ക് സൂപ്പർ. ക്യാൻസൽ ചെയ്യുക, അതാണ് എന്റെ അഭിപ്രായം. പടം അട്ടർ ഫ്ലോപ്പ്, വളരെ മോശം. അത് ബെത്ലഹേം കൊണ്ടുപോയിക്കോളൂ എന്തായാലും. യശിന് വെറുതെ എനിക്ക് തോന്നുന്നു യശിന് എന്താവശ്യത്തിനാണ് ഈ പടം എടുത്ത്. വളരെ അട്ടർ ഫ്ലോപ്പ്. വളരെ മികച്ച. ഞാൻ എക്സ്പെക്ട് ചെയ്ത് എന്താണ് വന്നത് അത് എനിക്ക് സിനിമയിൽ കിട്ടി. കള്ളം പറയല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര എനിക്ക് കിട്ടി. എനിക്ക് കാരണം ഇതേപോലെ കാട്ടപരാധം എക്സ്പെക്ട് ചെയ്തു, എനിക്ക് കാട്ടപരാധം കിട്ടി. സത്യം ഇതേപോലെ ഒരു സിനിമ ഇനി ജീവിതത്തിൽ കാണുന്നില്ല. അവസാനം കാണുന്ന കാര്യത്തിൽ ഒരു അച്ഛന്റെ കഥനം നീറി പുകയുന്ന ഒരു അച്ഛന്റെ ജീവിതം അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നില്ല. നമ്മൾ കണ്ട് നമുക്ക് വിഷമിക്കണം. ഇനി അടുത്ത നാഷണൽ അവാർഡിൽ ഓസ്കാർ ലെവലുള്ള ആക്ടിംഗ് ആണ് യാഷ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഓസ്കാർ തന്നെ, ഓസ്കാർ, വേറെ ഒന്നുമില്ല. ഇത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു അവാർഡ് ഉണ്ടാക്കി ഞാൻ യാഷിന് കൊടുക്കും. ഞാൻ കൊടുക്കും യാഷിന് അവാർഡ്, സ്വന്തമായിട്ട് അവാർഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അറിയാം, സങ്കടമുണ്ട്. ഇതിന്റെ വിഷമം തീർക്കാൻ ഇന്നൊരു മാംഗോ ചില്ലി അടിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് അപരാധം എന്ന് പറയാൻ ബ്രോ, മലയാളം ഡബിങ് വെറും മോശമായി. കാര്യം ക്ലൈമാക്സ് രംഗം വരെ നമ്മൾ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം യശിന്റെ ഇത്രയും വലിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ വലിയ കോമഡി ആയിട്ടാണ് കണ്ടത്. എന്തിനു പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലക്ക് എന്ന് പറയാം. അതായത് ഇതിനെ ടോക്സിക് എന്നുള്ള ഒരു പേരല്ല വേണ്ടത്, കിന്നാര തുമ്പികൾ എന്നുള്ള ഒരു പേരായിരുന്നു വേണ്ടത്. ഗീതു മോഹൻദാസിനെ പറഞ്ഞിട്ട് കാര്യമില്ല, യാഷിനെയാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് ഗീതു മോഹൻദാസ്. ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ എന്നതിനെ പറയണം. അതായത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഡബ്ബിംഗ് ആണ്. മലയാളത്തിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡബ് ചെയ്തപ്പോഴത്തേക്കും നാടകീയത, മൊത്തം സംഭാഷണം മൊത്തം നാടകീയതയായി ഇരിക്കുന്ന ഓഡിയൻസ് ഒക്കെ ചിരിക്കാൻ തുടങ്ങി. അത് മാത്രമാണ് ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായി തോന്നുന്നത്. പക്ഷേ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മലയാളി ഇതുപോലൊരു സിനിമ യശിനെ വെച്ച് ഇത്രയും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്ന പറയുന്നത് നമുക്ക് അഭിമാനമാണ്. പിന്നെ കുറച്ചൊക്കെ ഡബ്ബിങ്ങിൽ പ്രശ്നങ്ങൾ പറ്റും. ഡബ്ബിങ്ങിലെ പ്രശ്നങ്ങളാണ് ഈ മലയാളികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം. ഇത് നിങ്ങൾ നോക്കിയോ, കന്നഡയിൽ ഇത് അടിപൊളിയായിട്ടുള്ള രീതിയിൽ വിജയിക്കും. കാരണം അവിടെ അത്രത്തോളം അത് കൊണ്ടുവരും. കാരണം ആ ഡയലോഗിന്റെ പ്രശ്നം മാത്രമാണ് ഈ പ്രേക്ഷകർ ഇങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് മലയാളം മനസ്സിലാവുള്ളൂ, കന്നഡ മനസ്സിലാവുള്ളൂ. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഞാൻ ആ നാടകീയത നോക്കാതെ സിനിമയുടെ കഥ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഹോളിവുഡ് ലെവൽ പ്ലക്കൽ. ഇത് ടോക്സിക് ടോർച്ചർ എന്ന് വേണം പറയാൻ. അൾട്ടിമേറ്റ് മോശം പടം എന്ന് വെച്ചാൽ ഇതിൽ മോശം പടം വേറെ പറ്റില്ല. അതായത് ഒരു പടം എങ്ങനെ പ്ലക്ക എന്ന് ഗീതു മോഹൻദാസ് തെളിയിച്ചെന്ന്. അപ്പോൾ സീൻ ബൈ സീൻ പ്ലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മാത്രം എടുത്തൊരു പടമാണ്. വെറും വേസ്റ്റ് എന്ന് വെച്ചാൽ തിരുവോണത്തിന് ഇത്ര അപരാധം എന്നൊക്കെ പറഞ്ഞാൽ അതിന് അവാർഡ് കൊടുക്കണം.
ഈ പടം കണ്ടു കഴിയുമ്പോൾ ജീവനോടെ ഉണ്ടാകും തോന്നിപ്പോയി. അൾട്ടിമേറ്റ് വേസ്റ്റ് പടം എന്ന് വെച്ചാൽ വേറെ രീതിയിൽ തോന്നിയത് വേസ്റ്റ് പടം എന്ന് വെച്ചാൽ മോശ പടത്തിൽ ഏറ്റവും മോശമായിട്ട് എങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുക എന്ന് തെളിയിച്ചത് ഈ പടമാണ്. അമ്മാതിരി മോശം പടം. ഇത് സീൻ ബൈ സീൻ പ്ലക്കിക്കൊണ്ടിരിക്കുകയാണ് പടം. അതിനുവേണ്ടി മാത്രം പടം. യാഷിനെ നമുക്ക് KGF കാണുമ്പോൾ ഒരു ഫീലുണ്ട്. ഇത് കാണുമ്പോൾ യാഷിനെ വെറുക്കും, 100% വെറുക്കും. അമ്മാതിരി ലെവലാണ് ഗീത ചേച്ചി വെച്ചാൽ. ഗീത ചേച്ചി എപ്പോഴും പറയും പെണ്ണുങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് കൊടുക്കണമെന്ന്. എപ്പോഴും ആണിൻ്റെ മേലിരുത്തിയിട്ടുണ്ട്. അമ്മാതിരി മോശം പടം, വേസ്റ്റ് പടം. ടോക്സിക് നല്ല ടോർച്ചർ എന്നാണ് ഈ പടത്തിന്റെ ഡയറക്ടറിനെ കൈ കിട്ടിയത്. അവർ ഏതൊക്കെ പടത്തിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് കോപ്പി ചെയ്തു. മലയാളത്തിൽ പണ്ടൊരു പടം ഉണ്ടായിരുന്നു, ശ്രീനിവാസ ഒരു കിടിലൻ പടം ഉണ്ടായിരുന്നു. ഇതിൽ അതാണ് ക്ലൈമാക്സിൽ എടുത്തു വെച്ചിട്ട് മൊത്തം അതാണ്. പടത്തിന്റെ മേക്കിംഗ് സൂപ്പറാണ്, മേക്കിങ്ങിനൊന്നും കുറ്റം പറയാം. പക്ഷെ കഥയില്ല, ആ വിഷ്വല് മാത്രമാണ്. പക്ഷെ ടോർച്ചറാണ്, ഏറ്റവും വലിയ ടോർച്ചർ എന്ന് പറഞ്ഞാൽ ടോർച്ചർ. ഓണത്തിന് വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലതായിരുന്നു. ഉണ്ടാകാൻ പിടിച്ചൊരു പടം. കാര്യം ഇത് നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ ട്രെയിലറിലൊന്നും ഇല്ലെങ്കിലും പടത്തിൽ എന്തെങ്കിലും കാണും. ഡയറക്ടർ നാട്ടുകാരെ വലിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ഓണപ്പടം എടുത്ത് ഇറക്കി വിട്ടു. ഈ പടം OTT പോലും വന്നാൽ കാണല്ലോ, 3 മണിക്കൂറും വേസ്റ്റാണ്. ആ സമയത്ത് ജോലിക്ക് 10 പൈസയെങ്കിലും കയ്യിരിക്കും, അത്രയ്ക്ക് വേസ്റ്റ്. ഇതല്ലാണ്ട് വേറൊന്നും സിനിമയിലില്ല. ഡയലോഗ് ഡെലിവറി ആയാലും വൻ ശോകം, മാസായാലും ഡബിങ് ഓൾറെഡി ശോകമാണ്. ഡബിങ് ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. നമുക്ക് ഒരുമാതിരി അൺസൈക്കബിൾ ആണ്. പിന്നെ ഫൈറ്റൊക്കെ നല്ല എൻജോയ് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം വൻ ബോറായിരുന്നു. ഒന്നും അങ്ങ് വർക്കാവുന്നില്ല സംഭവം. പുള്ളിക്കാരനെ യൂസ് ചെയ്തില്ലെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം KGF പോലൊരു പടം കോമഡി പീസ് ആക്കി ഡയലോഗ് ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററിൽ കിടന്ന് എല്ലാവരും ചിരിയായിരുന്നു. അതാണ് പറ്റിയത്. 1000 കോടി അതൊന്നുമില്ല, അതൊക്കെ വെറുതെ. അതാണ് പറ്റിപ്പോ. ഒന്നും വർക്കായില്ല. നമ്മള് KGF കണ്ടതിന് ശേഷം എന്തായാലും അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം വന്നത്. രവി ബസ്രൂർ ആയാലും മ്യൂസിക് അതാണ് ഒന്നും നടക്കുന്നില്ല. നമ്മൾ യാഷിനെ ഇന്ത്യയിലാണ് കണ്ടിട്ടുള്ളത്, KGF-ലാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ എങ്ങനെ പോലെ ആ എക്സ്പെക്ടേഷനിൽ വന്നാൽ അതിൽ താഴെ വന്നപ്പോൾ ഒട്ടും മീറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസ് അൺസൈക്കബിൾ ആണ്. ഡബിങ് ആയാലും കണ്ടിരിക്കാൻ പറ്റൂല. അതൊക്കെ കൊള്ളായിരുന്നു. ഹീറോയിൻസ് ആയാലും എല്ലാവരും അവരുടെ റോൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത്. പക്ഷെ ഇവരൊക്കെ വാതുറക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. അതാണ് പ്രശ്നം. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് സെക്കൻഡ് ഹാഫ് ഒരു ഹോപ്പ് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ കുറെ പേര് തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ഒട്ടും പറ്റുന്നില്ല. അതാണ് അവസ്ഥ. ലെങ്ത് നല്ല പ്രശ്നമായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു. സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ ഒരു സിമ്പിൾ സ്റ്റോറി ഒന്നുമില്ല. പുള്ളിക്കാരൻ്റെ ഓറയും കാര്യമൊക്കെ കൊള്ളാം, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എക്സിക്യൂഷൻ എന്തോ വർക്കായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.